ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. 2.5 അല്ലെങ്കിലും വേണ്ട, 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്മോക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് ഒരു ബേ ലീഫ്, പിന്നെ 2-3 ഗ്രാമ്പു, പിന്നെ 2 പീസ് മറ്റേ കറുകപ്പട്ടയുടെ തൊലി, പിന്നെ കുറച്ച് പെരുംജീരകവും, 4 ഏലക്കായും 2 തക്കോലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം, ഇപ്പം നന്നായിട്ട് കുക്കർ ചൂടായിട്ടുണ്ട്, നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണം. അപ്പോൾ മൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക്കലി പൊട്ടും. അപ്പോൾ ഇത് ഏലക്കായ ഓട്ടോമാറ്റിക്കലി പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പായി എന്ന് അർത്ഥം. പിന്നെ ഞാനിതിൽ കുരുമുളക് ചേർക്കണില്ലേ, കുറച്ച് കുരുമുളക് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്രൈ പോലത്തെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെജിറ്റബിളാണ്. അതൊന്ന് മൂത്ത് വരണം. വെജിറ്റബിൾ ഒന്ന് കുറച്ചൊരു ഇതിൻ്റെ ജലാംശമൊക്കെ പോയി ഒന്ന് ഷ്രിങ്ക് ആവണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1.5 ക്യാരറ്റും, കുറച്ച് കോളിഫ്ലവറും, കുറച്ച് ബീൻസും, പിന്നെ ഒരു പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക് വന്നാലും ഒരു പച്ചമുളകും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിക്കാൻ പോകും. ഞാൻ സബോള ഇതിൽ ഇടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് അരി എടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം വേണം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ട് അതിൻ്റെ കൂടെ ഈ സബോളയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ വേവിച്ചെടുക്കുക. അപ്പോൾ ബാക്കി എല്ലാ ഐറ്റംസും ഈ നെയ്യിലേക്ക് ഇടാൻ പോകും. അപ്പോൾ നമ്മളുടെ വെജീസൊക്കെ ഒന്ന് നന്നായിട്ട് ഹീറ്റായി അതിൻ്റെ വാട്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നു തുടങ്ങി. ഈ വെജീസിന് പോയിട്ട് വാട്ടർ പുറത്തേക്ക് വന്നു തുടങ്ങി ഈ ഹീറ്റിൽ. അപ്പോൾ നമ്മൾ ഈ ബർണറിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ പോകാട്ടോ. അതായത് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചു. അതിലേക്ക് മറക്കാതെ തന്നെ ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അധികം ആവാൻ പാടില്ല, പാകത്തിന്. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള, ആ വെജീസിൻ്റെ കൂടെ ഇടാത്ത സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് അരി കുക്കറിലിട്ടതിന് ശേഷം ഈ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച ഈ വെള്ളം അരിയിലേക്ക് ഒഴിക്കും. അപ്പം നമ്മൾക്ക് ഇനി ബിരിയാണിയിലേക്ക് ഗ്രീൻ പീസും കൂടി നമ്മൾ ഈ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് ഗ്രീൻ പീസിന് വേണ്ടി പച്ച ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിലിട്ട് 2 വിസിലടിച്ചു, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെജീസ് ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയും. ഈ ഗ്രീൻ പീസ് മാത്രം നമ്മുടെ ആ വെജീസിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളെ വെജീസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇട്ടതിനേക്കാളും നന്നായിട്ട് വെജീസ് ഷ്രിങ്കായി, അതായത് ചുരുങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കടല ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകും. ഈ സബോളയൊക്കെ അരിയിട്ട് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഡിസോൾവ് ആയി പോകും, അലിഞ്ഞു പോകും. ഈ വെള്ളം നമ്മൾ ഈ വെജീസും കാര്യങ്ങളുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ
അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഈ അരി ഒന്ന് എടുത്ത് മാറ്റണം, ഒരു തടസ്സം പോലെ തോന്നും. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാൻ പോവുക. ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് കുടഞ്ഞ് വൃത്തിയായിട്ട് ഇടുക. ഇത് ഇനി ഒരു മിനിറ്റ് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് വളരെ സ്ലോ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കുരുമുളക് പൊടിച്ച് വെച്ചത് കേട്ടോ, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുള്ളൂ. ഞാൻ മുഴുവൻ കുരുമുളക് മസാലയിൽ ഇട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പൊടിച്ച് വെച്ച കുരുമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെന്ത് വരണം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ട്, പുതിനയില ഒന്നുമില്ല, മല്ലിയില മാത്രം. ആ മല്ലിയിലയും കൂടെ ഒന്ന് ഈ തിളയ്ക്കുന്ന ബിരിയാണിയുടെ അരിക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കഴുകി വെച്ചിട്ടുള്ള മുന്തിരി ഞാൻ വറുത്തിട്ടില്ല, വെറുതെ കഴുകി വെച്ചിട്ടുള്ളൂ. അത് ജസ്റ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയായി. സ്ലോ കുക്ക് ചെയ്ത് ബിരിയാണി വെന്ത് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ കുക്കർ തുറന്നു. നമ്മുടെ ബിരിയാണി നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.